ട്രേഡിംഗ് സൈക്കോളജിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കുന്ന മൊത്തവും തെറ്റാണ്. ഞാനത് ഇപ്പോൾ പറഞ്ഞുതരാം. ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഐറ്റത്തിലോട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇമോഷണൽ മെച്യൂരിറ്റി ഇൻ ട്രേഡിംഗ്, അതേപോലെ തന്നെ ട്രേഡിങ്ങിനകത്ത് ഇമോഷൻ തോന്നാതിരിക്കുക എന്നൊരു സംഭവമാണ് പല ആളുകളും വിചാരിക്കുന്നത്. ഇമോഷണൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലും കാണുന്നത് പോലെ തന്നെ മാർക്കറ്റിനെ നോക്കിയിരിക്കുക, ജീവിതത്തിൽ ചിരിക്കാതിരിക്കുക, കരയാതിരിക്കുക, മാറിയിരിക്കുക, ഒന്നും തോന്നാതിരിക്കുക, ഇമോഷണൽ നംനെസ് വരിക, ഇതിനെയാണ് ഇമോഷണൽ മെച്യൂരിറ്റി എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ കംപ്ലീറ്റ്ലി റോങ് ആണ് നിങ്ങൾ. ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കാണുന്ന ഒരു ഐറ്റമേ അല്ല. ഗെയിമിനോട് ഇഷ്ടമില്ലാതിരിക്കുക, സിനിമ കാണാതിരിക്കുക, ഇതൊന്നും ഇമോഷണൽ മെച്യൂരിറ്റിയുടെ ഒരു സംഭവമേ അല്ല. ഇമോഷണൽ മെച്യൂരിറ്റി ഇൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇമോഷനെ നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഒരിക്കലും ഇമോഷനെ സപ്രസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഏതെങ്കിലും ഒരു രീതിയിൽ ആ ഒരു ഇമോഷൻ വെളിയിലോട്ട് വരും. ചില ആളുകൾ മിണ്ടാതിരിക്കും, ചില ആൾക്കാർക്ക് വിഷമം തോന്നും, ചില ആൾക്കാർ ചിരിച്ചുകൊണ്ടിരിക്കും. എല്ലാം ഇമോഷനാണ് വരുന്നത്, അല്ലാതെ നിങ്ങൾ ഇമോഷണലി നമ്പായിട്ടുള്ള ഒരാളൊന്നും അല്ല. അവിടെ നിങ്ങൾ അത് തന്നെ മനസ്സിലാക്കണം. ഇമോഷണൽ മെച്യൂരിറ്റി ഇൻ ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്ങിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതും, ലോസസ് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതും, അതേപോലെ പ്രോഫിറ്റ് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. എത്ര വലിയ പ്രൊഫഷണൽ ട്രേഡറാന്ന് പറഞ്ഞാലും അയാൾക്കും ഇമോഷൻസ് വരും. ഇമോഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരിക്കലും സപ്രസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല. ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഫീൽഡിലോട്ട് നിങ്ങൾ വന്നു കഴിയുമ്പോൾ ട്രേഡിംഗിൽ ലോസസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലോസുകളെ കൺട്രോൾഡ് ലോസസ് ആക്കുക. ഒരു സിസ്റ്റം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനെ ഫോളോ അപ്പ് ചെയ്യുക. ഇതിനെയാണ് ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട്, ആ റൂൾസ് ഉണ്ട്, ആ റൂൾസിനെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇമോഷണൽ മെച്യൂരിറ്റി. അത് ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലും കാണുന്ന പോലെ കരയാതെയും ചിരിക്കാതെ ഇരിക്കുന്നതല്ല ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്.